Hello children, let us move on to the next lesson. So we already discussed about Julian Kopek and how she became the survivor of how she survived in the plane crash, or how she survived in the Amazon jungles for 10 days for അല്ലേ ഭക്ഷണവും ഇല്ലാതെ, അല്ലെങ്കിൽ ആവശ്യത്തിന് ഭക്ഷണമോ അല്ലെങ്കിൽ ഒന്നും വേറെ ഒരാളും സപ്പോർട്ടില്ലാതെ എങ്ങനെയാണ് ജൂലിയൻ കൊപ്പയ്ക്ക് ഒരു 10 ഡേയ്സ് കഴിച്ചെടുത്തതെന്ന് നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നേച്ചറിൽ നമുക്കിതിൻ്റെ ഇതുപോലെയുള്ള സർവൈവൽസിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് കാണാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ട്രീ, ഓരോ നേച്ചറിലെ ഓരോന്നും ഇതുപോലെ സർവൈവ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സിംപ്ലി ഒരു ട്രീയുടെ എക്സാമ്പിളിലൂടെ നമുക്ക് ആ സർവൈവലിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ ജീവ് പട്ടേൽ നമ്മളോട് വിവരിച്ച് കാണിക്കുന്നത്. ഹി വാസ് ആൻ ഇന്ത്യൻ ഓഥർ. He was an Indian author and poet. He was an Indian poet, playwright, painter and a physician. And he is part of a green movement which involved the effort to protect environment protect ചെയ്യാനുള്ള മൂവ്മെൻ്റ് ആയ ഗ്രീൻ മൂവ്മെൻറ്റിൻ്റെ പാർട്ടാണ് അദ്ദേഹം. ആൻഡ് ഹിസ് പോയംസ് എക്സ്പോസ്, അദ്ദേഹത്തിൻ്റെ പല വർക്കുകളിലും വി ക്യാൻ സീ man's cruelty towards nature. And his works include poems like how do you withstand body. Another poem is Body, Mirrored Mirroring, and the three plays titled Princess, Savaska and Mr. Bean. These are his famous poems. So let us see one of his poems on killing a tree. So it takes much time to kill a tree. Not a simple jab of knife will do it. It has grown slowly, consuming the earth, rising out of it, feeding upon its crest, absorbing years of sunlight, air, water, and out of its leprous hide sprouting leaves. നിങ്ങളെല്ലാവരും പെന്നോ എന്താണെന്ന് വെച്ചാൽ എടുത്ത് വയ്ക്കുക. മീനിങ്സ് അതിൻ്റെ മുകളിൽ തന്നെ എഴുതി പോവാം. അൺഫെമിലിയർ വേർഡ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അൺഫെമിലിയർ വേർഡ്സിൻ്റെ മീനിങ്സ് എഴുതി പോവാം. So it takes much time to kill a tree. It is not easy to kill a tree. It is not easy to end up a tree's life, because we couldn't end the life of a tree with a simple jab means poke with a pointed object. ഒരു ചെറിയ ഒബ്ജക്റ്റ് കൊണ്ടുള്ള കുത്തുകൊണ്ടൊന്നും, നല്ല പോയിൻറ്റഡ് ഒബ്ജക്റ്റ് കൊണ്ട് വെറുതെ ഒന്ന് കുത്തിയാലൊന്നും ഒരു ട്രീയുടെ ലൈഫ് എൻഡ് ചെയ്യില്ല. വിൽ നോട്ട് എ സിമ്പിൾ ജാബ് ഓഫ് എ നൈഫ് വിൽ ഡു ഇറ്റ്. ഒരു ചെറിയ ഷാർപ്പ് ഒബ്ജക്റ്റ് കൊണ്ടുള്ള കുത്തുകൊണ്ടൊന്നും അത് എൻഡ് ചെയ്യില്ല. ദെൻ ഇറ്റ് ഹാസ് ഗ്രോൺ സ്ലോലി കൺസ്യൂമിങ് the earth, because it has growing for many years, right? It has growing for many years, and it has grown slowly it was consuming, absorbing energy from the earth, rising out of it. അതിൽ ഭൂമിയിൽ നിന്നുള്ള പലതും അല്ലേ, ഭൂമിയിൽ നിന്നുള്ള വളവും വെള്ളമൊക്കെ വലിച്ചെടുത്താണ് അത് വളർന്നിരിക്കുന്നത്. ഫീഡിങ് അപ്പോൺ ഇറ്റ്സ് ക്രസ്റ്റ് എന്താണ്? ക്രസ്റ്റ് നമുക്കറിയാം, അതിൻ്റെ പുറത്തൊരു. After it has grown slowly, absorbing many water and nutrients from the earth, and feeding upon its crust നെ പതുക്കെ ക്രസ്റ്റിലൂടെ പതുക്കെ ഫീഡ് ചെയ്ത് crust means outer cover of the tree. അതിനെ ഫീഡ് ചെയ്ത് absorbing years of sunlight, air, water, and out of its leprous hide. Leprous means uneven color of the surface of trunk of the tree compared to the skin of a person. ഒരു ലെപ്രസി വന്ന ഒരു ആളുടെ ഇത് ചെയ്യുന്ന പോലെ നമ്മൾ അറിയാം, ചില സ്കിൻ നമ്മൾ മരത്തുമ്മ നോക്കിയിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ കളറ്, പുറംതൊലിയിലെ കളറ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ആ പല വർഷങ്ങളായിട്ട് സൺലൈറ്റും എയറും വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്ത് എല്ലാ തരത്തിലുള്ള അതിൻ്റെ
ബുദ്ധിമുട്ടുകളെയും എല്ലാം ഓവർകം ചെയ്ത് അത് വളർന്ന് പുതിയ ലീവ്സിലൂടെയൊക്കെ സ്പ്രൗട്ട് ചെയ്ത് പുതിയതായി അത് വളർന്ന് അബ്സോർബ് ചെയ്താണ് അതൊരു ബിഗ് ട്രീ ആയിട്ട് വർഷങ്ങളിലൂടെയാണ് അതൊരു ബിഗ് ട്രീ ആയിട്ട് വളർന്ന് വന്നിരിക്കുന്നത്. So hack and chop, but this alone won't do it. Hack means cut with irregular or unskillful blows. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വെറുതെ അതുമ്മൽ തട്ടുകയോ പലതരത്തിൽ അടിക്കുകയോ ഇടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ വെറുതെ അങ്ങനെ ചെയ്തതുകൊണ്ടൊന്നും അതിനെ ചോപ്പ് ചെയ്യാൻ മീൻസ് ചെറിയ കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചില്ലകളൊക്കെ വെട്ടിക്കളയാറുണ്ട്. വെറുതെ ചില്ലകൾ വെട്ടിക്കളഞ്ഞുകൊണ്ട് ചില്ലകൾ പലതും വെട്ടിക്കളയാറുണ്ട്. അങ്ങനെ ചില്ലകൾ വെട്ടിയതുകൊണ്ടൊന്നും ആ മരത്തിനൊന്നും സംഭവിക്കില്ല അല്ലേ. ബട്ട് ദിസ് അലോൺ വോണ്ട് ഡു ഇറ്റ്. ബട്ട് ഓൾ ദീസ് നെവർ മേക്സ് എ tree's deaths, or it cannot end up in a tree's death. Not so much pain will do it. ഇപ്പോൾ ഈ ചോപ്പിങ്ങിലൂടെ ഇതിലൂടെയൊക്കെ ആ ട്രീക്ക് നല്ല പെയിൻ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ട്രീ മേ ബി സഫറിങ് വിത്ത് എ ലോട്ട് ഓഫ് പെയിൻ, ബട്ട് that never lead to the death of that tree. The bleeding bark will heal. നമ്മളിപ്പോൾ അതിൻ്റെ ട്രങ്ക്സ്, നമ്മളതിൻ്റെ ചില്ലകൾ വെട്ടി മാറ്റുകയാണെങ്കിൽ ആ ചില്ലകളിൽ എന്ത് സംഭവിക്കും? ആ ചില്ലകൾ നമുക്കറിയാം, അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം ചോര പോലെ തന്നെ, നമ്മളുടെ കയ്യിൽ നിന്ന് ചോര വരുന്ന പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ ചറം വിറ്റിട്ട് വീഴുന്നതും ചോര പോലുള്ളൊരു ഭാഗമൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാം. ആൻഡ് സ്ലോലി ദാറ്റ് ബ്ലീഡിങ് ബാർക്ക്, അതാണ് ബ്ലീഡിങ് ബാർക്ക് എന്ന് പറയുന്നത്. ബ്ലീഡിങ് അതിൻ്റെ ഇന്നർ പാർട്ട്, ആ ബ്ലീഡിങ് ബാർക്ക് എന്ത് പറ്റും? ഇറ്റ് വിൽ ക്വൈറ്റ് നാച്ചുറലി ഇറ്റ് വിൽ ഹീൽഡ്. And from the close to the ground will rise curled green twigs. എവിടെയാണോ അത് മണ്ണിനടുത്തോട് ആ ബാഗ്സ്, ആ വെട്ടിയിട്ടിരിക്കുന്ന കഷ്ണങ്ങളായാലും വെട്ടി നിർത്തിയിരിക്കുന്നതായാലും എവിടെയാണോ അത് മണ്ണിനോട് ഏറ്റവും അടുത്ത് വരുന്നത്, from the close to the ground it will rise curled green twigs. അവിടെ നിന്ന് അത് പുതിയ മരക്കമ്പുകൾ, പുതിയ ഗ്രീൻ മരച്ചില്ലകൾ അവിടെ നിന്ന് വളർന്ന് വലുതാവാൻ തുടങ്ങും. മിനിയേച്ചർ ബോസ് മീൻസ് BOUGH, ബോസ് മീൻസ് മെയിൻ ബ്രാഞ്ച് ഓഫ് എ ട്രീ. അപ്പോൾ അവിടെ നിന്ന് വേറൊരു ട്രീ ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു ശാഖയായിട്ടോ ഒക്കെ വരാൻ തുടങ്ങും. വിച്ച് ഇഫ് അൺചെക്ഡ് വിൽ എക്സ്പാൻഡ് അഗെയിൻ ടു ദ ഫോമർ സൈസ്. നമ്മളിപ്പോൾ വെട്ടിയിട്ടിരിക്കുന്ന ഒരു ചില്ലയാണെങ്കിൽ പോലും ആ ചില്ല ചിലപ്പോഴൊക്കെ ഗ്രൗണ്ടിൽ നമ്മൾ വെട്ടി മാറ്റിയിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് മണ്ണിനോട് ചേർന്ന് കിടന്ന് അത് വലുതായി നമ്മൾ വെട്ടിയിട്ട് അതേ മരത്തിൻ്റെ വലിപ്പമൊക്കെ ചിലപ്പോൾ അതെത്തും. അപ്പോൾ അങ്ങനെയൊന്നും ഒരു മരത്തിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒരു കുറേ ചില്ല വെട്ടി മാറ്റിയാലോ അല്ലെങ്കിൽ നമ്മൾ അതിനെ എത്ര ഉപദ്രവിച്ചാലോ ഒന്നും അതിൻ്റെ എൻഡിൽ അവസാനിക്കില്ല. അത് അങ്ങനെയൊന്നും വിട്ട് അതിൻ്റെ മരണത്തിലേക്ക് നമുക്കതിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അങ്ങനെയൊന്നും അതിനെ കൊല്ലാനായിട്ട് നമുക്ക് സാധിക്കില്ല. നോ, ദ റൂട്ട് ഈസ് ടു ബി പുൾഡ് ഔട്ട്. അപ്പോൾ ഇഫ് വി റിയലി വാണ്ട് ടു കിൽ എ ട്രീ വി ഹാവ് ടു പുൾ ഔട്ട് ദ റൂട്ട് ഫ്രം ദ earth, from the sand. The root to be pulled out from the anchoring earth. എവിടെയാണോ അത് നങ്കുരമിട്ടിരിക്കുന്നത്, ഭൂമിയിൽ എവിടെയാണോ ആ മരം നങ്കുരമിട്ട് നിൽക്കുന്നത്, അതിൻ്റെ വേരുറപ്പിച്ച് നിൽക്കുന്നത്, from there we have to pull it out. And it is to be robbed, and it is not easy. To pull it out from the earth is not easy. For that we have to rope it. We have to rope it, tied it, and then only we can pulled it out and snapped out or pulled out entirely out of the earth cave. നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും ആങ്കർ ചെയ്തിരിക്കുന്ന, ഭൂമിയിൽ ആങ്കർ ചെയ്തിരിക്കുന്നിടത്ത്, നങ്കുരമിട്ടിരിക്കുന്നിടത്ത് നിന്ന് അതിൻ്റെ മുഴുവൻ വേരോടും കൂടി നമുക്കതിനെ പിഴുതെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ, നമുക്കറിയാമല്ലോ ഒരു മരം പിഴുതെടുക്കണമെങ്കിൽ നമ്മളതിനെ പല കയറുകൊണ്ട് കെട്ടി പലരിൽ നിന്ന് വലിച്ച് അതിനെ വേറെ മരത്തിനോട് കെട്ടിയിട്ടൊക്കെയാണ് നമ്മളതിനെ വലിക്കുക. എന്നാൽ മാത്രമാണ് അതിൻ്റെ ഡീപ്പർ റൂട്ട്സിൽ നിന്ന് അതിനെ നമുക്ക് പിഴുതെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഔട്ട് ഫ്രം ദ എർത്ത് കേവ്. എന്തുകൊണ്ടാണ് എർത്ത് കേവ് എന്ന് പറയുന്നത്? നമ്മൾ പുറമേ കാണുമ്പോൾ
കാണുന്നതായിരിക്കില്ല ഭൂമിയുടെ അടിയിലേക്ക്. അതിന് ഇറ്റ് ഹാസ് ദാറ്റ് മച്ച് റൂട്ട്സ് ഇൻസൈഡ് ദ എർത്ത്. നമ്മളിപ്പോൾ ഈവൻ തെങ്ങായാലും ഏത് മരമാണെങ്കിലും നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കുമോ ഇതിന് ഇത്രയും സ്ഥലമല്ലേ അത് കൺസ്യൂം ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും സ്ഥലത്തല്ലേ നിൽക്കുന്നതെന്നിരിക്കും. അല്ല, നമ്മളത് മരം വീഴുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ചില സമയത്തൊക്കെ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക കാറ്റടിച്ചൊക്കെ മരങ്ങൾ വീഴുമ്പോഴാണ്, അത് കടപുഴകി വീഴുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. പുറമേ കാണുന്നൊന്നും ആയിരിക്കില്ല, അതിൻ്റെ അകത്തേക്ക് ഒരു വലിയ ഏരിയയിൽ അതിൻ്റെ റൂട്ട്സ് ഉണ്ടാവും. ചില സമയത്ത് ഈവൻ ജാതിയൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ജാതി നമ്മൾ ഒരാൾ വലുപ്പത്തിൽ, അത്രയും വലുപ്പത്തിൽ വേരുകളുള്ള ജാതി, ഒരു ജാതിയുടെയാണ് കേട്ടോ പറയുന്നത്. അത്രയും വലുപ്പത്തിൽ, അത്രയും ഡീപ്പറായിട്ട് അതിൻ്റെ അടിയിലേക്ക് അതിന് വേരുകളുണ്ടാവും. അതുകൊണ്ടാണ് എർത്ത് കേവ് എന്ന് പറയുന്ന ഒരു ഗുഹ പോലെ അടിയിലേക്ക്, ഭൂമിയുടെ അടിയിലേക്ക് അത് ആങ്കർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എർത്ത് കേവ് എന്ന് പറയുന്നത്. ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ ട്രീ and the strength of the tree exposed when it is pulled out. It is only when it is pulled out from the earth we can realize the strength of that tree. എക്സ്പോസ് ചെയ്യുന്ന സ്ട്രെങ്ത് അപ്പോൾ മാത്രമാണ് നമ്മൾ പുറമേ എക്സ്പോസ് ചെയ്യാന്ന് വെച്ചാൽ പുറമേക്ക് തുറന്ന് കാട്ടുക. അപ്പോൾ മാത്രമാണ് ആ ഒരു മരം അതിൻ്റെ സ്ട്രെങ്ത്തിനെ പുറത്തേക്ക് തുറന്ന് കാട്ടുക. അത്രയ്ക്കും വലുപ്പത്തിലായിരിക്കും അത് എർത്തിലേക്ക് ആങ്കർ ചെയ്തിട്ടുണ്ടാവുക. The source white and wet, the most sensitive hidden for years inside the earth. Then the matter of scorching and choking in sun and air, browning, hardening, twisting, withering, and then it is done. എന്താ പറയുന്നത്? The source white and wet. പുറത്തേക്ക് വന്നതിൽ നമുക്ക് കാണാം അവിടെ വൈറ്റ് കളേർഡ് ഉണ്ടാവും, വെറ്റ് നനവ് നിലനിൽക്കുന്നതുണ്ടാവും. ദ മോസ്റ്റ് സെൻസിറ്റീവ് ആൻഡ് ഹിഡൻ ഫോർ ഇയേഴ്സ് ഇൻസൈഡ് ദ എർത്ത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ തീരെ നാര് പോലുള്ള വേരുകളുണ്ടാവും. ആ നാര് പോലുള്ള വേരുകൾ നമ്മൾ വിചാരിക്കും ഇത്രയും നാര് പോലുള്ള ആയിരക്കണക്കിന് വേരുകൾ ചിലപ്പോൾ അതുമേലെ ഉണ്ടാവും. അത് വൈറ്റ് കളേർഡ് ആയിരിക്കും, ചിലത് നല്ല നനവ് നിലനിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് അതിനെ ഒരു മരമാക്കി മാറ്റുന്നത്. ദ മോസ്റ്റ് സെൻസിറ്റീവ്, the most minute roots were there for years inside the earth. They were all hidden. They were inside earth for many years. വർഷങ്ങളോളം അതൊക്കെ ആ മണ്ണിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഈ ട്രീ. And then the matter of scorching and choking. Then comes the of scorching means very hot or burning, and choking means inability to breathe caused by blockage in the throat. നമ്മൾ വിക്ടേഴ്സ് ക്ലാസ്സിൽ അത് ശരിയായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ കഴുത്തിൽ എന്തെങ്കിലും വന്നിട്ട് നമുക്ക് ശ്വാസം മുട്ടുന്നൊരവസ്ഥ, കഴുത്തിൽ ആരെങ്കിലും പിടിക്കുക, അല്ലെങ്കിൽ കഴുത്തിൽ എന്തെങ്കിലും വന്ന് നമ്മുടെ ബ്ലോക്കായി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അതുപോലെ ദാറ്റ് ഈസ് ചോക്കിംഗ്. So then the matter of scorching and choking in sun and air, browning and hardening, twisting and withering, and then it is done. അപ്പോൾ എങ്ങനെയാണ്? then it in sun and air, അതിനെ പുറത്തേക്ക് എടുത്തിട്ട് കഴിയുമ്പോൾ അത് അവിടെ കിടന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും? സൂര്യപ്രകാശം കൊണ്ട്, വായു കൊണ്ട് its color start changing. It start become browning and it start become hardening. ഹാർഡ് ആവുന്ന എപ്പോഴാണ്? ഉണങ്ങുമ്പോൾ അല്ലേ? it becomes hardening and it become twisting എന്ന് വെച്ചാൽ എന്താ? twisting means distorted. We have to distorted its shape. The shape start changing. അത് എർത്തിനോട് ആങ്കർ ചെയ്ത് നിൽക്കുമ്പോൾ അത് വളരെ ഫ്രഷ് ആയിരുന്നു, അത് ഫ്ലെക്സിബിൾ ആയിരുന്നു. അതെന്ത് ചെയ്യാൻ തുടങ്ങും? വെയിലത്ത് കിടന്ന് അത് ഹാർഡൻ ആവാൻ തുടങ്ങും. ആൻഡ് ദെൻ ട്വിസ്റ്റിംഗ്, ഇറ്റ് സ്റ്റാർട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഷേപ്പ്. ആൻഡ് വിതറിങ് മീൻസ് ബിക്കം ഡ്രൈ. ആൻഡ് ദെൻ അപ്പോൾ അവിടെ കിടന്ന് അത് ഉണങ്ങാൻ തുടങ്ങും. അപ്പോൾ മാത്രമാണ് then only we can say that tree is died. അപ്പോൾ മാത്രമാണ് അതിൻ്റെ ഡെത്ത് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രയും ബുദ്ധിമുട്ടിയാൽ മാത്രമാണ് നമുക്കൊരു ട്രീനെ
ട്രീനെ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ഓരോ സമയത്തും ഇപ്പോൾ ഈവൻ നമ്മളൊരു മരത്തിനെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? മരത്തിനെ പകുതി വെച്ച് വെട്ടിയിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? എവിടെയാണോ വെട്ടി മാറ്റിയിട്ട കമ്പുമേന്നും എവിടെ പകുതി വെച്ചാണ് വെട്ടിയെങ്കിൽ ആ പകുതി വെച്ച് വെട്ടി നിർത്തിയോർത്തുനിന്നും പുതിയ കമ്പുകൾ വരാൻ തുടങ്ങും. പക്ഷേ അതിൻ്റെ റൂട്ടോട് കൂടി അതിനെ പിഴുതെടുക്കുമ്പോൾ ആ റൂട്ട് കിടന്ന് ഉണങ്ങി വറ്റി വരേണ്ട, അതിന് വെള്ളവും എയറും ഒന്നും കിട്ടാതെ ശ്വാസം മുട്ടി അത് മരിക്കുകയാണ് ചെയ്യുക. അവിടെ ഉണങ്ങി വറ്റി വരണ്ടാണ് അത് മരിക്കുക. അങ്ങനെ മാത്രമേ നമുക്കൊരു ട്രീനെ കൊല്ലാൻ പറ്റുള്ളൂ. അതും ഈവൻ ചില സമയത്തൊക്കെ നമ്മൾ കാണാറുണ്ട്, കുറച്ച് മഴയുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് പോലും ചെറിയ രീതിയിൽ മരങ്ങൾ ചെറിയ രീതിയിൽ നമുക്ക് അവിടെ നിന്ന് പോലും അത് ജീവൻ്റെ നാമ്പുകൾ അത് മണ്ണിനോട് എവിടെയെങ്കിലും ടച്ച് ചെയ്ത് നിൽക്കണമെങ്കിൽ അത് വളർന്നു വരുന്ന കാണാം. അല്ലാതെ ഇപ്പോൾ ഡ്രൈ സീസൺ ആണെങ്കിൽ, ഇപ്പോൾ സമ്മർ സീസണൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഉണങ്ങിപ്പോവും. അപ്പോൾ അത്രയും ഒരു ട്രീ അതിൻ്റെ മാക്സിമം നോക്കും, അതിൻ്റെ സർവൈവലിന് വേണ്ടി അത് നോക്കും. അപ്പോൾ അതിൻ്റെ ഭൂമിയിൽ നിന്ന് അതിൻ്റെ എല്ലാ ചെറിയ വേരുകളോടും കൂടി അതിനെ പിഴുതെടുത്താൽ മാത്രമാണ് അതിനെ കൊന്നു എന്ന്, അല്ലെങ്കിൽ അത് മരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഹിയർ J. Patel is comparing it with a human, or we can we felt just like the death of a human. അപ്പോൾ ഒരു ട്രീനെ ആ ഒരു സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീയുടെ മാക്സിമം ശ്രമം, അതിനെ നമ്മൾ ഹ്യൂമൻസ് എങ്ങനെയാണ് അതിനെ ആ ശ്രമങ്ങളെ പോലും വിഫലമാക്കത്തക്ക രീതിയിൽ എങ്ങനെ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ അതിനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ ഇവിടെ നമ്മുടെ പോയറ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. സോ യു ഹാവ് ടു ബി വെരി കോഷ്യസ് അബൌട്ട് അവർ നേച്ചർ. നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന മരങ്ങളുടെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ എല്ലാ സഫറിങ്സും നമ്മൾ തന്നെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചൂട്, ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂട്, നമ്മളുടെ ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ച്, ഇതൊക്കെ നമ്മളോട് കഴിഞ്ഞ ലെസണിൽ കഴിഞ്ഞ മുമ്പത്തെ ലെസണിൽ നമ്മൾ പഠിച്ചതാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഹിസ്റ്റീരിയ അല്ല എന്നുള്ളത് നമ്മുടെ ജാക്ക് ഓർമ്മിപ്പിച്ചതാണ് അല്ലേ. അപ്പോൾ അതെല്ലാം ഓർക്കുക. സോ ഒന്നുകൂടി പോയം വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് അയയ്ക്കുക, ടീച്ചറെ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.